ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ എക്സാം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അഥവാ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു കാര്യം ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ എക്സാം രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ, അതായത് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടോ, അല്ലെങ്കിൽ എക്സാം സെൻറ്റർ കുറച്ച് അകലെ അല്ലെങ്കിൽ കുറച്ച് ദൂരത്ത് കിട്ടിയത് കൊണ്ടോ പല കുട്ടികൾക്കും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത്. സോ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇഗ്നു യൂണിവേഴ്സിറ്റി 6 മാസം കൂടുമ്പോൾ യൂണിവേഴ്സിറ്റി എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ സ്കിപ്പ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പല സ്റ്റുഡൻസും എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തെ എക്സാം സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറും ഒപ്പം എഴുതാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ പോകും. പക്ഷെ അവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാവും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ എക്സാമും സെക്കൻഡ് ഇയറിലെ എക്സാമും ചില കുട്ടികൾക്ക് സെയിം ഡേറ്റ് ആൻഡ് ടൈമിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ മെയിൻ എക്സാമിനെയും അല്ലെങ്കിൽ ഈ ഒരു സ്കിപ്പ് ചെയ്ത എക്സാമും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ശ്രദ്ധിക്കുക, ആദ്യത്തെ ചാൻസിൽ തന്നെ മാക്സിമം നിങ്ങളുടെ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും യൂണിവേഴ്സിറ്റി തരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എക്സാം എല്ലാം ആ ഒരു ടൈമിൽ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരു 6 വർഷത്തെ വാലിഡിറ്റി തരുന്നുണ്ടെങ്കിലും മാക്സിമം അതിനെ ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യരുത്. കാരണം ഒരു 6 വർഷത്തെ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങളുടെ ജോബിനെയോ അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്റ്റഡീസിനെയോ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ എല്ലാ മെയിൻ എക്സാംസും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും യൂണിവേഴ്സിറ്റി തരുന്ന സമയത്ത് തന്നെ മാക്സിമം നിങ്ങളുടെ എല്ലാ എക്സാംസും സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഡൗട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു കാര്യത്തിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. നമ്മൾ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ BA, BSW, BCom, BBA കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.